സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. അവൻ ഉയർത്തുന്ന കൈനീട്ടി എന്നെ പിടിച്ചു. 2 ശതമാനം 22-15 വാക്യം. സംഗീതക്കാരനായ ദാവീദിനെ ദൈവം ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഒന്നിരുന്നിട്ട് തൻ്റെ അനുഭൂതി പ്രകടിപ്പിക്കാൻ ഒരു പാട്ടെഴുതി. സുത്തിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. 2 ശതമാനം 22-4 വാക്യം. ദൈവം തൻ്റെ പാറയും കോട്ടയും പരിചയം ഗോപുരമായും പ്രകീർത്തിച്ചു. എന്നിട്ട് ഒരു കവിയുടെ ഭാവനയിൽ ദൈവത്തിൻ്റെ പ്രതികരണത്തെ വിവരിച്ചു. ഭൂമിയിൽ ഞെട്ടിവിറച്ചു. ദൈവം ആകാശത്ത് അയച്ചിറങ്ങി. അവൻ സന്നിധിയിൽ നിന്ന് മിന്നലുകളും ഇടിയും പുറപ്പെട്ടു. അവൻ ശബ്ദം ഇടിമുഴങ്ങി പെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ചുറ്റും എതിർപ്പുകൾ നേരിട്ടുണ്ടാവും. ആത്മീയമായി മുന്നോട്ട് പോകത്തക്ക വിധം പാവത്തിൽ പുതഞ്ഞു പോയിട്ടുണ്ടാവാം. മുൻകാലങ്ങൾ ദൈവം നിങ്ങളെ സഹായിച്ച് ഓർക്കുക. എന്നിട്ട് അവനെ സ്തുതിക്കുകയും തുടർന്ന് സഹായം ആവശ്യപ്പെടുകയും ചെയ്യുക. നിങ്ങൾ രക്ഷിച്ച രാജ്യത്തിലാക്കിയാൽ പ്രത്യേകം നന്ദി പറയുക. കൊലോസ്യർ 1:11 വാക്യം. പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ മുൻകാലങ്ങൾ ദൈവം ചെയ്ത നന്മകളെ ഓർക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? ദൈവത്തെ സ്തുതിക്കുന്ന അവനുള്ള വിശ്വാസം വർദ്ധിപ്പാൻ ഇടയാക്കുന്നില്ലേ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിരവധി തവണ എൻ്റെ സഹായത്തിനായി വന്നതിന് നന്ദി. അവിടുന്ന് എൻ്റെ ചാരുണ്ടെങ്കിൽ ഏതുപോലെ അഭിമുഖിപ്പാൻ എനിക്ക് കഴിയുമെന്നറിയാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. കഴിഞ്ഞ രാജ്യക്കാലം വരാവുന്ന ആപത്തോളം രോഗദുഃഖം ദൈവം നമ്മെ കാത്തിരിച്ചു. ഞാൻ ദൈവം നന്ദിയോട് പുതിയ രാജ്യക്കാലം ദൈവം അത്ഭുതകരമായി നടത്തണമെന്ന് പ്രാർത്ഥന ആശംസിക്കും. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.